നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, ആരെല്ലാം നമുക്കെതിരെ തിരിഞ്ഞാലും, ഇന്ന് നമ്മളോട് ദയ കാണിക്കുന്ന ഒരുവനേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും, അതിൻ്റെ മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തു. ന്യായ തൽപരനായും നീതി നടത്തുന്നവൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വായിക്കാനിടയായിത്തീർന്നത്. അവിടെ വായിക്കുന്നു, അങ്ങനെ ദയയാൽ സിംഹാസനം ഉണ്ടാകും, അത് സ്ഥിരമായിരിക്കും. നമ്മളെല്ലാവരും ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരും അറിവുള്ളവരുമാണ്. അവിടെ വായിക്കുന്നത് ദയയാൽ എന്നൊരു പദം അവിടെ ഉച്ചരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുമ്പോൾ, ഈ വചനം ഞാൻ വായിക്കുമ്പോൾ, ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ചിന്ത കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ദയ ഇല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പരസ്പരം ദയ കാണിക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായിരിക്കും. ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, ആരെല്ലാം നമുക്കെതിരെ തിരിഞ്ഞാലും, ഇന്ന് നമ്മളോട് ദയ കാണിക്കുന്ന ഒരുവനേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളോട് ദയ കാണിച്ചില്ലെങ്കിലും, ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും, യേശുവേ എന്നോട് ദയ കാണിക്കണേ എന്ന് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ആ ദൈവം നിങ്ങളോട് ദയ കാണിക്കും. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടേണ്ട ദയ ഭവനത്തിൽ നിന്നും, തൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും കിട്ടാതെ തന്നെ മാറ്റി നിർത്തിയ, തന്നെ ഒരു കാട്ടിലേക്ക് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ഒരു സമൂഹമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് കാണുന്നത്, ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദാവീദ് വേണ്ടാത്ത അപ്പനും അമ്മയും വേണ്ട എന്ന് പറഞ്ഞ് സഹോദരങ്ങളാൽ മാറ്റപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ, ആടുകളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ, അവിടെ കൃത്യമായി അവരുടെ ഇടയിലേക്ക്, ദാവീദിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദയയുണ്ട്. അത് കാണിച്ചത് മറ്റാരുമല്ല, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ദയയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയും, ഉറപ്പാണ്, നമ്മളോട് യഥാർത്ഥമായി ദയ കാണിക്കുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്. ആരെല്ലാം നിങ്ങളോട് ദയ കാണിച്ചില്ലെങ്കിലും, ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിങ്ങളെ മറ്റ് സ്ഥലത്തേക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി നിർത്തിയാലും, എന്നെ കേൾക്കുമ്പോൾ തന്നെ പലരും പല സാഹചര്യങ്ങൾ, ലഭിക്കേണ്ട സ്ഥാനങ്ങൾ കിട്ടാതെ, ലഭിക്കേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ, ലഭിക്കേണ്ട ദയ കിട്ടാതെ പലരും പല സാഹചര്യങ്ങളിൽ പല വഴികളിലേക്ക് ഓടിപ്പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഓടിപ്പോകണ്ട. നിങ്ങളോട് യഥാർത്ഥമായി ദയ കാണിക്കുന്നവൻ, ആ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് വിചാരിച്ച്, ആരും നിങ്ങളോട് ദയ കാണിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടിപ്പോവുകയാണോ? നിങ്ങൾ വിഷാദിച്ചിരിക്കുകയാണോ? നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുകയാണോ? എന്നാൽ ദൈവവചനം പറയുന്നു, നിങ്ങളോട് ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായും ആ ദൈവം നിങ്ങളോട് ദയ കാണിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.